ചത്താലും ബാംഗ്ലൂർ പഠിക്കൂല എന്ന് പറഞ്ഞിരുന്ന വെച്ചാൽ ഞാൻ ദേ ഇപ്പം ബാംഗ്ലൂരത്തെ പഠിത്തവും കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് 2.5 വർഷമായി. ഇപ്പോഴും ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമോഷനാണ്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ പോകാൻ കിട്ടുന്ന ഒരു ചാൻസും ഞാൻ പാഴാക്കാറില്ല. ഫ്രണ്ട്സ് ഒക്കെ പല പല സ്ഥലത്തായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ മീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലം ബാംഗ്ലൂർ തന്നെയാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോസ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ ഇവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എടുത്ത വീഡിയോസ് ആണ്. ഒരു ദിവസം മാത്രമാണ് എനിക്ക് ഇവരൊപ്പം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സമയം കിട്ടിയത്. പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി പ്ലാൻസ് ഉണ്ടായിരുന്നു, അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ. പക്ഷെ പകുതി നടന്നില്ല. മീറ്റ് ചെയ്ത സന്തോഷത്തിൽ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പഴയ കോളേജിലെ ഗോസിപ്പുകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പോയി. അങ്ങനെ സമയം പോയി. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞു. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ പോയത് UB സിറ്റി മാളിലേക്കാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാളിനെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. ഒത്തിരി ഹൈ എൻഡ് ഇന്റർനാഷണൽ ഫാഷൻ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഷോപ്പിങ്ങിനായിട്ടല്ല നമ്മൾ പോയത്, ജസ്റ്റ് കാണുക തിരിച്ചു വരിക അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പോയത് എന്തായാലും നന്നായി. വേറൊരു കൺട്രിയിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോയ ഒരു ഫീലായിരുന്നു കേട്ടോ കിട്ടിയത്. ഒരു ഇന്റർനാഷണൽ വൈബ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ട് മാത്രമുള്ള കുറേ ബ്രാൻഡുകൾ ഉണ്ടായി. അപ്പോൾ അതൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റി. ഞങ്ങൾ ഓരോ ഷോപ്പിൽ കയറും, അവിടുത്തെ പ്രൈസ് വെച്ച് ആ പ്രൊഡക്റ്റിനെ ജഡ്ജ് ചെയ്യും, പിന്നെ തിരിച്ചിറങ്ങും. അത് തന്നെയായിരുന്നു നമ്മളോട് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞാനും അപ്പവും എവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പാസ്ത അല്ലെങ്കിൽ പിസ്സ. ഞങ്ങൾ ഇറ്റാലിയൻ ക്വിസീനിലോട്ടാണ് ഞങ്ങളുടെ ഒരു ചായ്വ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് തന്നെ മുമ്പിലുണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങളുടെ സ്ഥിരം ഐറ്റങ്ങളായിട്ടുള്ള ഈ രണ്ടും ഓർഡർ ചെയ്തു. ആക്ച്വലി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി. കുറേ നാളായാലോ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് പിസ്സ നല്ലതായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. പാസ്ത എനിക്ക് തോന്നുന്നു അത്ര പോരായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഫുഡ് ഡേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മോളിലേക്ക് പിന്നെയും കയറിയിട്ട് അവിടെയുള്ള ടോയ് ഷോപ്പിലൊക്കെ പോയി. എനിക്ക് ആനക്കുട്ടികൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അതിനെ എടുത്തും പിടിച്ചൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് തന്നെ അവിടെ തന്നെ വെച്ചു. എനിക്ക് ഓൾറെഡി ഒരു ആനക്കുട്ടി ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ മാളിലൊക്കെ ഇറങ്ങി ബോറടിച്ചപ്പോഴേക്കും ഞങ്ങൾ നേരെ ചേർച്ച് സ്ട്രീറ്റിലേക്ക് വിട്ടു. ചേർച്ച് സ്ട്രീറ്റ് പഴയ പോലെ തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഫോട്ടോ ബൂത്തിൽ കയറി ഫോട്ടോസ് എടുത്തു. ഞങ്ങൾക്ക് 4 കോപ്പി കിട്ടി. ഞങ്ങൾക്ക് സന്തോഷമായി. പിന്നെ മറ്റേ പണ്ടത്തെ വൈറൽ ചോക്ലേറ്റ് സ്ട്രോബെറി സാധനമില്ലേ, അതും കഴിച്ചു. അപ്പൂൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സാധനം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ നമ്മൾ അവിടെ തന്നെ തിരിഞ്ഞ് നടന്നിട്ട് കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അതിനു മുമ്പ് അപ്പവും അഥീനയും നേരത്തെ തന്നെ റൂമിലേക്ക് പോയി. അവർക്ക് എന്തോ വർക്ക് എന്തോ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അധികം ലേറ്റ് ആവേണ്ട റൂമിൽ തിരിച്ചെത്തി. അപ്പോഴല്ലേ മനസ്സിലായത് എനിക്കൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ അല്ല അഥീനെ അപ്പോൾ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ റൂമിലേക്ക് വന്നത്. അവരെന്ത് സർപ്രൈസ് തന്നെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഗൈസ് സമയപരിമിതി മൂലം ഈ വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഗൈസ് ഓക്കെ ബൈ.